നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് മെയിൻ റോഡ്, നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് ഇത്. നമുക്ക് വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത്, നമുക്ക് മൂന്നാം മൂട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്ത് റെഡി ടു മൂവ് ഓൺ ആയിട്ട് നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്താണ്. ഈ കാണുന്നതാണ് നമുക്ക് ഗേറ്റ് വരുന്ന ഒരു പോർഷൻ. ബാക്കി നമുക്ക് താഴോട്ടൊക്കെ നമുക്ക് വില്ലാസൊക്കെ നമുക്ക് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിത് വരുന്നത്. 100 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീട്. പ്ലസ് നമുക്കൊരു സെർവൻറ്റ് ബാത്റൂം കൂടെ നമുക്കൊരു വീടിന് വന്നിട്ടുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു സിറ്റിക്കകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് വെറും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെ ഒരു ടൈം ലിമിറ്റ് നമുക്ക് ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് കേബിൾ റൂഫും ഫ്രെയിം നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ടെക്സ്ചർ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് 3D എലിവേഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ വൈസ് എല്ലാം നമുക്ക് അടിപൊളിയാണ് ഈ ഒരു വീടിൻ്റെ. നമുക്ക് അപ്പോൾ വീടിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. ഇപ്പോൾ കേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നമുക്ക് എൻട്രൻസ് ആണ് നമുക്ക് ഈ കാണുന്നത്. സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ഫോൾഡിങ് ഗേറ്റും നമുക്ക് വന്നുകൊണ്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ എത്ര വലിയ ഒരു XUV കോമ്പാക്റ്റ് വണ്ടികളായാലും നമുക്ക് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ സുഖമായിട്ട് ഉള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോൾ. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ടൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വലിയൊരു XUV കോമ്പാക്റ്റ് ഉള്ള വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടേജ്. ഈ കാണുന്നതാണ് നമുക്ക് ഒരു ചെറിയ ഗാർഡനും പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടും പ്ലസ് നമുക്ക് സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 8x6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സിറ്റിംഗ് ഏരിയ ഇതാണ് നമുക്ക് വരുന്ന ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റിംഗ് ഏരിയയുടെ പുറത്ത് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. തൊട്ട് താഴെ നമുക്ക് ഫുൾ സ്റ്റോറേജ് സ്പേസ് ആണ്. ഷൂസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ റാക്കാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിറ്റൗണിൻ്റെ ഈ ഒരു വോൾ മുഴുവൻ നമുക്കൊരു വുഡൻ പാറ്റേൺ വന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കാണ് നമുക്ക് ആ ഡോറും പ്ലസ് നമുക്ക് ആ ഒരു ചുമരും ഫുള്ളായിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയയിൽ നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല വലിയ ടൈലും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. ഒരു കോർണറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ്. അതിമനോഹരമായൊരു TV യൂണിറ്റ് ഏരിയ, നമുക്ക് അട്രാക്റ്റീവായിട്ട് TV യൂണിറ്റ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടെല്ലാം തന്നെ നമുക്ക് പാനൽ വർക്കും അതുപോലെ ബോർഡിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്ത് എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ സൈഡിൽ വരുന്ന സ്റ്റോറേജ് സ്പേസും മുഴുവനും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. 12x15 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
നമുക്കിനി നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ വീടിന് തന്നിട്ടുള്ളത്. അതിൻ്റെ പാർട്ടീഷന് നമുക്കിവിടെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷനെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് ഇൻഡോർ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ നമുക്ക് ചെയ്തേക്കുന്നത്. 22x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ വീതിയുള്ള വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നേക്കുന്നതും. അത്യാവശ്യം നമുക്കൊരു 8 ചെയറും അതുപോലെ തന്നെ ടേബിളും മൗണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു വാഷിംഗ് ബേസിൻ കൗണ്ടർ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നല്ല പാനൽ വർക്കും അതുപോലെ തന്നെ സ്മാർട്ട് മിററും സ്റ്റോറേജ് സ്പേസും നൽകിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് സ്പേസ്, സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കൂടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് നല്ല മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചണിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നതും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രൻസ് വന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ വരുന്ന ഒരു എൻട്രൻസ് തന്നെയാണ് ചെയ്തേക്കുന്നതും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ നമുക്ക് ഈ ഒരു എൻട്രൻസ് ഭാഗം നമുക്ക് പാനൽ വർക്കും അതുപോലെ തന്നെ ടോപ്പിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നല്ല വീതിയുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോടെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ. കളർ തീം ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്കാണ്. ഫ്ലോറിംഗ് എല്ലാം മാറ്റ് ഫിനിഷിൻ്റെ ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ ഒരു മോഡലായ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് വന്നേക്കുന്നത്. സ്മാർട്ട് സിങ്ക് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബറിൻ്റെ ചിമ്മിനി ഉൾപ്പെടെ നമുക്കിവിടെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഫുള്ളും കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിലാണ് ഫോൾ സീലിംഗ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 12x14 ഡയമെൻഷനാണ് നമുക്ക് കിച്ചണിൻ്റെ ഈ ഡയമെൻഷൻ വരുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നതും. വർക്ക് ഏരിയ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ പണി ചെയ്ത് തീർത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതും നമുക്ക് കളർ കോമ്പിനേഷൻ എല്ലാം കണ്ടിന്യൂറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഹജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10x7 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് സ്ലാബും അതുപോലെ തന്നെ സിങ്കും താഴെ നമുക്ക് മോഡലായ രീതിയിലുള്ള കിച്ചണിൻ്റെ നമുക്ക് കവറേജും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഒരു സെർവൻറ്റ് ബാത്റൂം നമുക്ക് വരുന്നത്. ഒരു നനക്കല്ലും ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് ഈ കാണുന്നതാണ് നമുക്ക് സെർവൻറ്റ് ബാത്റൂം നമുക്ക് വരുന്നത്. ഈ ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് സെർവൻറ്റ് ബാത്റൂമിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമായിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്കൊക്കെ വരുന്ന ഒരു വോൾ ആർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ ഒരു ബെഡ്റൂമിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയും എല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് വരുന്നിടത്ത് മനോഹരമായ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അത് കളർ തീം എല്ലാം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. 12x13 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ സൈസ് വരുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ള വാൾറൂഫ്സും പ്ലസ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾറൂഫ്സ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാത്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ബാത്റൂമിൻ്റെ വർക്കെല്ലാം ചെയ്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് യൂസ് ആയിക്കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീഗാൻ്റെ വയറിംഗ് ആണ് ചെയ്തേക്കുന്നത്. ത്രീ ഫേസ് ഇലക്ട്രിസിറ്റിയാണ് യൂസ് ആക്കിയിട്ടുള്ളത്.
ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീൽ പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്റ്റെയറും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് നമുക്ക് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും പ്ലസ് നമുക്ക് ഒരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ നല്ല കൊടുത്തുകൊണ്ട് ഒരു 3 ചെറിയ വിൻഡോസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ രാവിലെ ടൈം നമുക്ക് വീട്ടിനകത്ത് അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ ഏരിയ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തേക്കുന്നത്. കാണുന്നത് പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് 3 റൂംസ് നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ തടിയിലാണ് ഡോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയൊരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ എത്ര വലിയ TV ആയാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഒരു ഓപ്പൺ രീതിയിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് വരുന്നത് ഈ ഒരു മെത്തേഡിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. ഫോൾ സീലിംഗ് നല്ല സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. 15x18 നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നത് പോലെ തന്നെയാണ് നമുക്കൊരു ചെറിയ ഒരു ഏരിയ നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള ഒരു സ്പേസും അതിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ തുണി തേക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ വലിപ്പത്തിലുള്ള നല്ല മനോഹരമായൊരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 14x16 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് നല്ല ഗ്രേ കളറിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വാൾ റൂംസ് എല്ലാം നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് എന്ന ടൈൽസ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിക്കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂമാണ്. 12x12 ഡയമെൻഷനാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ ക്വാളിറ്റി ടൈൽസ് യൂസ് ആയിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നത് നമുക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂംസ് ആണ്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗവും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തുള്ളത്. ഫോൾ സീലിംഗ് വർക്ക്, ബാത്റൂമിൻ്റെ ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ക്വാളിറ്റി ടൈൽസും അതുപോലെ തന്നെ ക്വാളിറ്റി ഫിറ്റിങ്സാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. കജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇവയുടെ എല്ലാ റൂംസിലും നമുക്ക് AC പോയിന്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ബാൽക്കണി. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. 10x8 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബാൽക്കണിയാണ്. നമുക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് കൊടുത്ത് ഒരു ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഓപ്പണിംഗ് കൂടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയർ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്പേസാണ് വന്നേക്കുന്നത്. ചെറിയ ഒരു നമുക്ക്
ഡെക്കോർ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റ് വെച്ച് നമുക്കത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4,100 സെൻറ്റിൽ 2,000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട്. അതുപോലെ എക്സ്റ്റീരിയർ ലുക്കും ഇൻറ്റീരിയർ ലുക്കും നല്ല മനോഹരമായി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നമുക്കിത് വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്താണ്. വട്ടിയൂർക്കാവ് 3-ാം മൂട് എന്നുള്ള സ്ഥലത്താണ് നമുക്കൊരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി വരുന്ന സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു വീടിന് ലൊക്കേഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വെറും നമുക്ക് ഫെയർ പ്രൈസാണ് നമുക്കിവിടെ ചോദിക്കുന്നത്. വെറും 95 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നെഗോഷ്യബിൾ സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.